സോ ഇൻസെന്റർ എന്ന് പറയുന്ന പോർഷൻ തീരുവാണ്. ഇനി ഒരു ഫിഗർ ആക്ച്വലി ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ ചോദിച്ചാല് ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി, എന്നാലും ചോദിച്ചാല് എഴുതാം എന്നുള്ള രീതിയിൽ. ഇവിടെ നോക്കണേ, രണ്ട് ഫിഗർ ഉണ്ട്. ആദ്യത്തെ ഫിഗർ എന്ന് വെച്ചാല് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൽ ഒരു ഇൻസർക്കിൾ വരച്ചു. ഇൻസർക്കിൾ വരച്ചതിന് ശേഷം ടാൻജൻസ്, ആ ഇൻസർക്കിളിൽ 3 ടാൻജൻസ് വരയ്ക്കുകയാണ്. എങ്ങനെ? ഇപ്പോ ഈ ഇൻസർക്കിൾ നോക്കിക്കോ. ഈ ഇൻസർക്കിളിൽ ഓൾറെഡി AB എന്ന് പറയുന്ന ഒരു ടാൻജന്റ് ഉണ്ട്, BC എന്ന് പറയുന്ന ഒരു ടാൻജന്റ് ഉണ്ട്. ഇനി ബിക്കും സോറി AB യും അല്ലെങ്കിൽ BAയും BCയും ടച്ച് ചെയ്ത് സർക്കിളിൽ കൂടെ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണ്. അതേ കണക്ക് CBയും CAയും ടച്ച് ചെയ്ത് ഈ സർക്കിളിന്റെ ഒരു ടാൻജന്റ്. എന്താണ്? സർക്കിളിന്റെ ടാൻജന്റ് ആണ് ഏത്? ഇൻസർക്കിൾ എന്ന് പറയുന്നത് ഈ വലിയ സർക്കിൾ ആണ്. അതിന് ഞാൻ ആറെന്ന് ഇടുകയാണ്. അതിന്റെ ടാൻജന്റ് ആണ്. എന്താണ് കണ്ടീഷൻ? ഈ ഫിഗർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. CBയും CAയും ടച്ച് ചെയ്യുന്ന ഒരു ടാൻജന്റ് വരച്ചു, അതുപോലെ BCയും BAയും ടച്ച് ചെയ്യുന്ന ഒരു ടാൻജന്റ് വരച്ചു, AB യും AC യും ടച്ച് ചെയ്യുന്ന ഒരു ടാൻജന്റ് വരച്ചു. ഓക്കെ, ഇനി അങ്ങനെ ടാൻജന്റ് വരയ്ക്കുമ്പോൾ 3 ചെറിയ ട്രയാങ്കിൾസ് ഫോം ചെയ്യും. ഈ 3 ചെറിയ ട്രയാങ്കിൾസിന്റെ റേഡിയസ് R1, R2, R3 ആണെങ്കിൽ ഈ ക്യാപിറ്റൽ, ഈ വലിയ ഇൻസർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അതിന്റെ സമ്മായിരിക്കും. ഇതാണ് ആദ്യത്തത്. എന്നാൽ രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചാല് ഇങ്ങനെ ടാൻജന്റ് വരച്ചിട്ട് ഇൻസർക്കിൾ വരയ്ക്കുന്നില്ല. പകരം ഈ സർക്കിളിൽ തന്നെ ഉള്ള ഒരു പോയിന്റ് ടച്ച് ചെയ്ത് പോയിന്റും ഈ രണ്ട് ട്രയാങ്കിളിലെ രണ്ട് എഡ്ജസും ടച്ച് ചെയ്തുകൊണ്ട് സർക്കിൾ വരയ്ക്കുന്നു. അങ്ങനെ 3 സർക്കിൾ ഇതിനകത്ത് ഫോം ചെയ്തു. അതിന്റെ റേഡിയസ് R1, R2, R3 ആണ്. ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെങ്കിൽ ഇതിന്റെ ക്യാപിറ്റൽ Rന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R1 R2 ഓഫ് R1 R2 പ്ലസ് റൂട്ട് ഓഫ് R2 R3 പ്ലസ് റൂട്ട് ഓഫ് R2 R3 പ്ലസ് റൂട്ട് ഓഫ് R3 R1 പ്ലസ് റൂട്ട് ഓഫ് R3 R1. ഓക്കെ, പ്ലസ് റൂട്ട് ഓഫ് R3 R1. ഒരു സെക്കൻഡ്. ആക്ച്വലി ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഈ രണ്ട് ഫിഗറും അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് ഈ റേഡിയസ് ഓഫ് ബിഗർ സർക്കിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ആ രണ്ട് ഇക്വേഷൻ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ്, ഓക്കെ, നോക്കണേ. ഇപ്പൊ ഇതിലെ സർക്കിൾ ഞാൻ വരച്ചിട്ടില്ല. ഇതിൽ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. I എന്ന് പറയുന്നത് അതിന്റെ ഇൻസെന്റർ ആണ്. ഓക്കെ, I എന്ന് പറയുന്ന പോയിന്റ് ഇൻസെന്റർ ആണ്. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ I എന്ന് പറയുന്ന ഇൻസെന്റർ ആണ്. ഇപ്പൊ സ്വാഭാവികമായും BI എന്ന് പറയുന്നത് ഇത് BI എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു ആംഗിൾ ബിയുടെ ആംഗിൾ ബൈസെക്ടർ ആണെന്നും CI എന്ന് പറയുന്നത് സിന്റെ ആംഗിൾ ബൈസെക്ടർ ആണെന്നും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. കാരണം I എന്ന് പറയുന്നത് എന്താണ്? ഇൻസെന്റർ ആണ്. ഓക്കെ, സോ ഇതിലൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോ ഒരു ലൈൻ വരയ്ക്കാണ് DE എന്ന് പറയുന്ന ലൈനിന്റെ പ്രത്യേകത DE പാരലൽ ടു BC ആണ്. DE ഐയിലൂടെ പാസ് ചെയ്യുന്നതാണ്, അല്ല ഇൻസെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ DE എന്ന് പറയുന്നത് പാരലൽ ടു BC ആണ്. അങ്ങനെയെങ്കിൽ DEന്റെ ലെങ്ത് എന്ന് പറയുന്നത് BD
പ്ലസ് ഇ സി ആയിരിക്കും. ബി ഡി പ്ലസ് ഇ സി. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് മനസ്സിലാവും. നോക്കണേ, ഡി എന്ന് പറയുന്നത് ബി സിക്ക് പാരലൽ ആണ് അല്ലെ, ബി സിക്ക് പാരലൽ ആണ്. ഈ ആംഗിള് എക്സ് ആണെന്ന് വിചാരിച്ചു. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ഈ ആംഗിൾ എന്തായിരിക്കും? എക്സ് ആയിരിക്കും അല്ലെ. ബി സിയും ഡിയും പാരലൽ ആണെങ്കിൽ ആംഗിൾ എ ഡി സി ടു എക്സ് ആണെങ്കിൽ ആംഗിൾ എ ഡി ആംഗിൾ എ ബി സി ടു എക്സ് ആണെങ്കിൽ ആംഗിൾ എ ഡി എന്തായിരിക്കും? ടു എക്സ് ആയിരിക്കും. നമുക്കറിയാം എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ, ഇപ്പൊ ബി ഐ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ വിൽ ബി ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ. സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ എക്സും ഇതും എക്സ് ആണെങ്കിൽ മാത്രമേ ഇത് ടു എക്സ് ആവുള്ളൂ അല്ലേ. ഓക്കെ, ഇതേ കാര്യം ഇവിടെയും പറയാം. ഇതിപ്പോ എന്താണ്? വൈ ആണ്. അങ്ങനെയെങ്കിൽ ഇതും വൈ ആണ്, കാരണം ആംഗിൾ ബൈസെക്ടർ ആണ്. ഇത് ടു, അപ്പൊ സി എന്ന് പറയുന്നത് എന്താണ്? ടു വൈ ആണ്. അപ്പോ ആംഗിൾ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടു വൈ ആയിരിക്കും. ഇനി ട്രയാങ്കിൾ സി ഐ ഇ നോക്കൂ. സി ഐ ഇയില് ആംഗിൾ ഇ, എക്സ്റ്റീരിയർ ആംഗിൾ ഇ എന്ന് പറയുന്നത് ടു വൈ ആണ്, ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ അല്ലെ. സോ ഇത് വൈ ആണെങ്കിൽ ഇതും വൈ തന്നെ ആയിരിക്കും. എന്നാലേ അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ടു വൈ ആവുള്ളൂ. ഇത് നോക്കൂ, ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. സോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ബി ഡിയും ഡി ഐയും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് വൈ ആണ്, ഇത് വൈ ആണ്. സോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഐ ഇയും ഇ സിയും ഈക്വൽ ആയിരിക്കും. സോ ഐ ഇക്ക് പകരം ഇ സി എന്ന് എഴുതുക, ഡി ഐക്ക് പകരം ബി ഡി എന്ന് എഴുതുക. സോ ഡി എന്ന് പറയുന്നത് എന്താണ്? ബി ഡി പ്ലസ് ഇ സി എന്നുള്ള ഫോർമുല കിട്ടും. ഇതോടെ നോക്കുക. ഇതോടെ ഇൻസെന്റർ എന്നുള്ള ടോപ്പിക്ക് തീർക്കുവാണേ. ഓക്കെ, സോ ഈ ഇതൊന്നുകൂടെ പറയാം. എ ബി സി എന്ന് പറയുന്നത്, എ ബി സിയില് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിള്, ആ ട്രയാങ്കിളിലെ ഐ എന്ന് പറയുന്ന ഇൻസെന്റർ ആണ്. ഐയിലൂടെ പാസ് ചെയ്യുന്ന ഒരു പാരലൽ ലൈൻ, പാരലൽ ടു ബി സി വരയ്ക്കുകയാണ്. ആ ലൈനാണ് ഡി ഇ. എങ്കിൽ ഡിഇന്റെ ലെങ്ത് എന്ന് പറയുന്നത് ബി ഡി പ്ലസ് ഇ സി ആയിരിക്കും. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ എന്തായിരുന്നു? ഈ ട്രയാങ്കിളിന്റെ ഫിഗർ ആണ് നോക്കേണ്ടത്. അതിൽ ടാൻജന്റ് കൂടി ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ആർ ഈസ് ഉള്ളൂ, അല്ലെങ്കിൽ ലാർജർ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സം ഓഫ് ത്രീ സ്മോളർ സർക്കിൾസ് ആയിരിക്കും. സം ഓഫ് റേഡിയസ് ഓഫ് ത്രീ സ്മോളർ സർക്കിൾസ്. എന്നാൽ ടാൻജന്റ് ഇല്ലാണ്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ആർ ഈസ് ഉള്ളൂ റൂട്ട് ഓഫ് ആർ വൺ ആർ ടു പ്ലസ് ആർ ടു ആർ റൂട്ട് ഓഫ് ആർ ടു ആർ ത്രീ പ്ലസ് റൂട്ട് ഓഫ് ആർ ത്രീ ആർ വൺ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.